ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ഗോമതി ഇപ്പം കൃഷ്ണമംഗലത്താണുള്ളത്. ഗോമതിനെ കൊണ്ടുവരാനായിട്ട് മരുമക്കൾ പഠിച്ച പണി വന്നിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. നമ്മുടെ മരുമക്കൾ മാത്രമല്ല, ആര്യനും ആകാശവും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ബാലൻ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല. ബാലന് വാശി, ഗോമതിക്ക് വാശി. ഗോമതിക്ക് വരണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഗോമതി ചിലപ്പോൾ ഒന്ന് വന്നേനെ. പക്ഷെ നമ്മുടെ കൃഷ്ണമംഗലത്തെ കാര്യം വളരെ കഷ്ടത്തിലാണല്ലോ. കൃഷ്ണമംഗലത്ത് ഇപ്പം ഗോമതി ഇല്ലാതെ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. കൃഷ്ണമംഗലത്ത് ആ സ്വത്ത് എങ്ങനെയെങ്കിലും ഗോമതിയുടെ പേരിലാക്കണം. അങ്ങനെ ഗോമതിനെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. ആങ്ങളമാരും ചേട്ടത്തിമാരും ഒക്കെ ഇരുന്ന്, ആങ്ങളമാരും ചേട്ടത്തിമാരല്ല ചേട്ടത്തിമാരും ഒക്കെ ഇരുന്ന് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. എന്ത് ചെയ്താലും നമ്മുടെ ഗോമതിക്ക് ബാലൻ ഇല്ലാതെ പറ്റില്ല. എനിക്ക് ബാലേട്ടനെ കാണണം, എനിക്ക് ബാലേട്ടനെ കണ്ടേ പറ്റൂ എന്നും പറഞ്ഞാൽ കരയുന്നത്. അപ്പൊ പരമാവധി ഇവര് ശ്രമിച്ചു നോക്കി, പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്കുമാണ് നമ്മുടെ മിത്രയുടെ അമ്മ പറഞ്ഞത്, ഏതായാലും ഈ ഒരു സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, തുറന്നു പറയാം. തുറന്നു പറഞ്ഞിട്ട് ഒപ്പിട്ട് മേടിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് വിടാലോ, ഗോമതി ചേച്ചിനെ വിടാലോ എന്ന് പറയുമ്പോ പിന്നെ ദേ അവൾ ആരാ സൈസ് എന്നറിയാമോ? അവള് വെറും പൊട്ടി. അവൾക്ക് സത്യം പറഞ്ഞ ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവളിപ്പം എഴുതി തരുമെന്ന് പറഞ്ഞ് ഇരിപ്പുണ്ടോ? അവള് എഴുതി തരത്തൊന്നുമില്ല. അവള് പൊട്ടിയാണോ എന്ന് ചോദിച്ചാൽ പൊട്ടിയാ, പക്ഷെ പൊട്ടിയല്ലേന്ന് ചോദിച്ചാൽ പൊട്ടിയല്ല. ബാലൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവന. മാത്രമല്ല, അവൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് സ്വപ്നത്തിൽ പോലും നടക്കുന്ന കാര്യമല്ല. ബാലൻ പറയുന്നതേ അവള് കേൾക്കൂ. ഇപ്പൊ തന്നെ ബാലൻ കൂലൻ എന്ന് പറഞ്ഞ് അവള് കിടന്ന് മൂങ്ങുന്നത് കണ്ടില്ലേ? അവക്ക് ബാലൻ ഇല്ലാതെ പറ്റില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലോഹ് പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, കയ്യും കാലും തല്ലി ഓടിച്ചിട്ടാണെങ്കിലും അത് എഴുതി മേടിക്കണം. എന്താണ് നീ പറഞ്ഞത്? കയ്യും കാലും തല്ലി ഓടിക്കാനോ ഞങ്ങളുടെ പെങ്ങടെ എന്നിങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പം, പെങ്ങളാണെങ്കിലും ആങ്ങളമാരാണെങ്കിലും ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, പെങ്ങടെ സ്നേഹം കണ്ടോണ്ട് ഇവിടെ ഇരിക്കുള്ളൂ. എല്ലാവരും ലാസ്റ്റ് തെരുവിൽ ഇറങ്ങേണ്ടി വരും. ബാലനും ആര്യനും ഒക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം നമ്മുടെ അലോഹിന്റെ അമ്മയും പറയുന്നുണ്ട്, ഇവർക്കാർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോനെ. നമുക്കാണല്ലോ ഇപ്പം പ്രശ്നം വന്നിരിക്കുന്നത്. എല്ലാവരും എന്തൊക്കെയാ പറഞ്ഞത്? എന്റെ മോന്റെ പേരിൽ വീട് എഴുതി വെക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളൊക്കെ ഗോമതിയുടെ കൂടെ നിൽക്കുകയാണല്ലേ? എന്റെ പൊന്നോ, ആര് പറഞ്ഞു ഗോമതിയുടെ കൂടെ നിൽക്കുകയാണെന്ന്? ഇവിടെ ആരും ഗോമതിയുടെ കൂടെ നിൽക്കുകയല്ല എന്ന് മിത്രയുടെ അച്ഛൻ പറയാണ്. ഇവിടെ നമ്മൾ ഏതായാലും ഇനി ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ ഇത്രയും പേര് ഒറ്റക്കെട്ടായിട്ട് നിന്നേ പറ്റൂ. അതുകൊണ്ട് ഗോമതി ഇവിടുന്ന് പോകാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞങ്ങ് ഉണ്ടാക്കുക. ഗോമതി ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഗോമതിനെ ഇവിടെ നിർത്താനുള്ള ഐഡിയ, ബാലന്റെ കുറ്റങ്ങൾ തന്നെ പറയുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബാലന്റെ കുറ്റങ്ങൾ പറഞ്ഞ് പെരുപ്പിക്കുക, അല്ലാതെ ഇവിടെ ഗോമതി നിൽക്കില്ല. അതും ബാലൻ അവളെ ഇറക്കി വിട്ടത് മനഃപൂർവ്വമാണെന്നും ബാലന് ആ വിഹിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നും ഒക്കെ അങ്ങ് പറയുക. അപ്പൊ കുഴപ്പമില്ലല്ലോ എന്നാണ് നമ്മുടെ അലോഹിന്റെ അച്ഛനും പറയുന്നത് കേട്ടോ. പക്ഷെ ഇത്രയും ചീപ്പ് പരിപാടി ചെയ്യാൻ മിത്രയുടെ അച്ഛൻ തയ്യാറാകുന്നില്ല. അലോഹാണെങ്കിലോ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാന്ന് ഓർത്തിരിക്കുകയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മരുമക്കളൊക്കെയാണ് ഇപ്പം കിച്ചണിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ദേവി തന്നെയാണ് കേട്ടോ കിച്ചൺ അടക്കി ഭരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ദേവി കിച്ചണില് പണിയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ബാലനാണെങ്കിൽ ഒരുപാട് വിഷമവും സങ്കടവും ഒക്കെ ഒതുക്കി വെച്ചിട്ട് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് വലിയ ആള് കളിച്ച് നടക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് തുമ്മിയാ തെറിക്കും, അത്രേ ഉള്ളൂ. നമ്മുടെ ഗോമതി ഇല്ലാത്തത് കൊണ്ട് ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല, ചുമ്മാ ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നതാണ്. ഗോമതി ഇപ്പൊ വരുമായിരിക്കും എന്ന് മനസ്സൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ബാലന്റെ. പക്ഷെ ബാലന്റെ ആ ഒരു അഭിമാനം സമ്മതിക്കുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ ആര്യൻ വീണ്ടും ബാലന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം നീ ഇനി എന്നോട് ഈ കാര്യം പറയാൻ വേണ്ടി വരരുത്, നീ നിന്റെ ജോലിക്ക് പോ ആര്യ എന്ന് പറയാണ്. അങ്ങനെ ആര്യനൊക്കെ ജോലിക്ക് പോവാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ ദേവിയാ ഉള്ളത്. അപ്പൊ കട തുറക്കുന്നില്ല, ഇപ്പൊ തൽക്കാലം കട തുറക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അപ്പൊ കട തുറക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ധർമ്മൻ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? കട തുറക്കണ്ടേ? അളിയൻ ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കാതെ അവൾ ഇങ്ങോട്ട് പോരുന്നേ, ചേച്ചി ഇങ്ങോട്ട് വരുന്നേ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ചേച്ചിനെ പോയി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എടാ ധർമ്മ നീ മിണ്ടാതിരുന്നു, നീ നിന്റെ ചേച്ചിയുടെ സൈഡ് പിടിച്ച് എൻ്റെ അടുത്ത് വന്നേക്കരുത്. ചേച്ചീനെ പോയി വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാന് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പട്ടീനെ പോലെ വാലാട്ടി അവളുടെ പുറകെ പോയി വിളിക്കാൻ അങ്ങനെ പോകുന്ന ആണുങ്ങളുണ്ടായിരിക്കും. പക്ഷെ ഞാനേ നട്ടലുള്ള ആണാ, ഞാൻ പോയി വിളിക്കത്തൊന്നുമില്ല. എന്റെ പൊന്നളിയ, അളിയന് നട്ടലൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ദേ എന്റെ പെങ്ങൾ ഒരു തെറ്റ് ചെയ്തു, ശരിയാണ്. തെറ്റ് ചെയ്താല് നമ്മൾ തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കേണ്ട. തെറ്റ് ചെയ്തെങ്കിൽ അവർക്ക് മാപ്പ് പറയാൻ ഒരു അവസരമെങ്കിലും കൊടുത്തൂടെ? ഏതു കോടതിയും അങ്ങനെയാണ്. കൊല്ലുന്നതിന് മുമ്പും ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കാതെ തൂക്കിക്കൊല്ലില്ലല്ലോ. ആ ആഗ്രഹം കോടതി സാധിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് അതുപോലെ അങ്ങ് വിചാരിച്ച പോരെ.
ഒരു തെറ്റ് ചെയ്തു. അതെന്റെ ചേച്ചി തന്നെ തെറ്റ് ചെയ്തത്, സമ്മതിക്കുന്നു. ചേച്ചിക്ക് പറയാമായിരുന്നു. പക്ഷേ അളിയ അളിയന് ആ തെറ്റ് തിരുത്തി കൊടുക്കാലോ. അളിയന് ഇനിയാണെങ്കിലും തിരുത്തി കൊടുക്കാൻ സമയമുണ്ടല്ലോ. നമ്മുടെ മക്കള് എന്തോരം തെറ്റുകൾ ചെയ്യുന്നുണ്ട്, നമ്മളത് തിരുത്തി കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ കരുതിയ പോരെ അളിയ. എന്തിനാ വെറുതെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കണത്? അതിന്റെ കാര്യമുണ്ടോ അളിയ? അളിയ ബാ അളിയ, ഞാനും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് പോയി ഗോമതി ചേച്ചിനെ കൂട്ടിക്കൊണ്ട് വരാം എന്നും പറഞ്ഞ് കയ്യിലൊരൊറ്റ പിടി പിടിക്കുമ്പോഴത്തേക്കും വിടുന്നുണ്ടോ നീ എന്നും പറഞ്ഞിട്ട് കൈ അങ്ങ് പിടിച്ചു മാറ്റാണ് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ ഗോമതിനെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് വീണ്ടും നമ്മുടെ അലോഹിന്റെ അമ്മയും ഒക്കെ പുറകെ നടക്കുകയാണ്. അത് മാത്രമല്ല, ഗോമതിയുടെ ആങ്ങളമാരും നടക്കുന്നുണ്ട്. അങ്ങനെ ബാലൻ നീ ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല, നിന്നെ അവിടെ ഇറക്കി വിട്ടതിൽ ബാലന് പല ഉദ്ദേശങ്ങളുണ്ട്. അത് നിനക്ക് അറിയാഞ്ഞിട്ടാണ് നീ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നതൊന്നും ബാലൻ ഇനി ഇഷ്ടമല്ല. ബാലന് ഒരു ഉദ്ദേശം വെച്ച് തന്നെയാണ് നിന്നെ ഇറക്കി വിട്ടിരിക്കുന്നതെന്ന് വെച്ചപ്പം നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്തുദ്ദേശമാ? ഹേയ്, അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല. ഈ ഇറക്കി വിടാൻ കാരണം ഞാൻ തന്നെയാ. എന്ത് കാരണമാണ് നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായത്? അങ്ങനെ നീ കാരണമൊന്നുമല്ല. ബാലന് എത്ര പ്രശ്നം ഉണ്ടായിട്ടുണ്ട്? നിന്നെ ഇറക്കി വിട്ടിട്ടുണ്ടോ? ബാലന് ചെറിയ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഗോമതി, അത് നീ മനസ്സിലാക്ക്. അത് നീ മനസ്സിലാക്കി കഴിഞ്ഞാലേ നീ ബാലന്റെ അടുത്ത് പിന്നെ പോവില്ല. അല്ല, നിങ്ങളൊക്കെ പറയുന്ന ഉദ്ദേശം എന്താണെന്ന് അത് വ്യക്തമായിട്ടൊന്ന് പറയുക. ബാലൻ വിചാരിക്കുന്നത് ആ വീട് സ്വന്തം വീടാ, ബാലന്റെ സ്വന്തം വീട്. അപ്പൊ പിന്നെ ബാലന് അവിടുന്ന് ആരെയും ഇറക്കി വിടാം, ആരെയും കയറ്റുകയും ചെയ്യാം. പിന്നെ നിനക്ക് കയറി ചെല്ലാൻ ഒരു വീടില്ല. ഈ വീട് നിന്റെ പേരിലല്ലല്ലോ, ഈ വീട് നിനക്കുള്ളതല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാലനൊരു ഇതുണ്ട്, നിന്റെ പേരിലല്ല ഈ വീട്, നിനക്ക് കയറി ചെല്ലാൻ ഒരു സ്ഥലമില്ല എന്ന ഒരിതുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റാം. അതൊക്കെ മാറ്റിയിട്ട് ഈ വീട് നിന്റെ പേരിലേക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് കുഴപ്പമില്ലല്ലോ. ഹേയ്, അതൊന്നും വേണ്ട, ഈ വീട് എൻ്റെ പേരിലേക്ക് എഴുതാനോ? അതൊന്നും ഞാൻ സമ്മതിക്കില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ അലോഹി ഇങ്ങനെ ചെറിയായിട്ട് ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവരിങ്ങനെ പറഞ്ഞ് നമ്മുടെ ഗോമതിക്ക് താല്പര്യമില്ല എന്നിങ്ങനെ വരുത്തി തീർക്കണം. എന്നിട്ട് ഗോമതിനെ കൊണ്ട് തന്നെ എനിക്കൊന്നും വേണ്ട എന്ന് എഴുതി വെപ്പിക്കണം. അത് തന്നെയാണ് ഒരു മുദ്രപേപ്പറിൽ ഉണ്ടാക്കി എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നിന്റെ ആവശ്യമില്ലാന്ന് വരുത്തി തീർക്കണം. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആങ്ങളമാരുടെയും അലോഹിന്റെയും ഒക്കെ ലക്ഷ്യം. ഇത് നമ്മുടെ ഗോമതിയുടെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എങ്കിൽ പോലും മക്കളുടെ കൂടെ നിന്നല്ലേ പറ്റൂ എന്നൊരു ഇതാണ്. ഈ സമയത്താണ് പെട്ടിയും കിടക്കയും പൊക്കാണോ ഒക്കെ എടുത്ത് നമ്മുടെ ദേവിയുടെ അമ്മയച്ഛനും കൂടെ വരുന്നത്. പിന്നെ പറയാനുണ്ടോ, ദേവിയുടെ അമ്മയും അച്ഛനും വരുന്നത് നമ്മുടെ അച്യുതനും ആനന്ദനും കാണുന്നുണ്ട്. അങ്ങനെ അച്യുതനും ആനന്ദനും അവരെ കാണുമ്പോഴത്തേക്കും സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവരുമായിട്ട് സംസാരിക്കുന്ന ഒരു ചെറിയ സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അച്യുതനും ആനന്ദനും നമ്മുടെ ദേവിയുടെ അച്ഛനോടും അമ്മയോടും. ദേവിയുടെ അച്ഛനും അമ്മയാണെങ്കിൽ വലിയ പ്രക്ഷോഭമായിട്ടാണ് വരുന്നത്. അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭമായിട്ടാണ് വരുന്നത്. മാത്രമല്ല, ഗോമതി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവിടെ ഒന്ന് അധികാരം സ്ഥാപിക്കണം. നമ്മുടെ ദേവീനെ, ഗോമതിയുടെ സ്ഥാനത്ത് ദേവീനെ കൊണ്ടുവന്ന് നിർത്തണം. അതായത് ബാലന്റെ ഭാര്യയായിട്ടല്ല കേട്ടോ, ആ വീട്ടിലെ ഗ്രഹനാഥയായിട്ട് നമ്മുടെ ദേവി മാറണം. അപ്പൊ അതൊക്കെയാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ആരുടെ ഉദ്ദേശം? നമ്മുടെ ദേവിയുടെ അമ്മയുടെ അച്ഛന്റെ ഉദ്ദേശം. ഇത് ആരറിയും? നമ്മുടെ ഗോമതി അറിയും. ഗോമതി അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഗോമതിക്ക് സഹിക്കുവോ? ഞാനില്ലാത്തടുത്ത് അങ്ങനെ ആരെയും കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇത്രയൊക്കെ ആട്ടോ നാളത്തെ നമ്മുടെ കഥയിൽ കാണിക്കുന്നുള്ളൂ. ഇത് എന്താ പറയാ, ബാലനും ആര്യനും തമ്മിലുള്ള സംഭാഷണം, ഗോമതിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയും അതുപോലെ തന്നെ കൃഷ്ണമംഗലത്ത് സ്വത്തെഴുതി മേടിക്കാനുള്ള തത്രപ്പാടുകളും നമ്മുടെ ഗോമതിനെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റി എടുക്കുകയാണ്. മാത്രമല്ല, നിനക്ക് സ്വത്തൊന്നും വേണ്ട എന്ന് വരുത്തി തീർക്കുക. അതായത് എനിക്കൊന്നും വേണ്ട എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ കുറെ പ്രാവശ്യം പറയുമ്പോൾ ഇന്നാ നിനക്ക് സ്വത്ത് തരാന്ന് കുറെ പ്രാവശ്യം പറയുമ്പോഴത്തേക്കും എന്താ പറയാ, ഗോമതി സ്വയമേ പറയും എനിക്കൊന്നും വേണ്ട, ഒരു കോപ്പും വേണ്ട, അത് ഞാൻ എവിടെ എഴുതി തരാനും തയ്യാറാന്ന് പറയൂല്ലോ. അങ്ങനെ പറയിപ്പിക്കാം. ഏതായാലും ഞാൻ പോവാണ് കേട്ടോ. ഇപ്പൊ അലീനയുടെ കഥയായിട്ട് വരാട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.